ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റേഴ്സ്. HSC ഇംഗ്ലീഷ് വിജ്ഞാപനം ഈ മന്ത് ലാസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ല. കാരണം കോവിഡ് നമ്മുടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി എക്സാംസിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞ പോലെ കൊടുങ്കാറ്റടിക്കുമ്പോഴേ നമുക്ക് ഉറങ്ങാൻ സാധിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡെയിലി എന്തെങ്കിലും പഠിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എപ്പോൾ എക്സാം വരുമ്പോഴും നമ്മൾക്കത് ഫേസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പോൾ ഡെയിലി എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലും ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുവിധം എല്ലാ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാംസിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെക്ഷനാണിത്. സിലബസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ എത്ര ഡിവിഷനാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാലഘട്ടം ഏതാണെന്നും ആ കാലഘട്ടത്തിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സിനെയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓൾഡ് ഇംഗ്ലീഷ് ഓർ Anglo-Saxon period. Second, Middle English period. Next, the Renaissance or early modern period. Fourth one, the Elizabethan age, Jacobean age, Caroline age, Commonwealth period, the Neoclassical period, the Restoration, the Augustan age or age of Pope, age of sensibility or age of Johnson, the Romantic period, the Victorian period, the Edwardian period, the modern period, and of course the last one, the postmodern period. സോ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഈസ് ഓൾസോ കോൾഡ് ആംഗ്ലോ സാക്സൺ പീരീഡ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 450 to 1066 വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത്. 1066 ശേഷം നോർമൻ കോൺക്വസ്റ്റ് ആയി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം 450 BC to 1066 AD വരെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. ജർമാനിക് ട്രൈബ്സ് ആയിട്ടുള്ള ആംഗിൾസും സാക്സൺസും ജൂട്ട്സും ആയിരുന്നു ഈ സെൽറ്റിക് ഇംഗ്ലണ്ട് ഇൻവേഡ് ചെയ്തത്. ജൂട്ട്സ് കമ്പാരിറ്റീവ്ലി ലെസ് ഇൻ നമ്പർ ആയിരുന്നു. അതുകൊണ്ടാണ് ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന പേര് വന്നത്. റോമൻസ് ആയിരുന്നു ഇവിടെ കോൺക്വസ്റ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് റോമൻസ് ഇവരെ ബ്രൈറ്റൻസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ബ്രിട്ടൻ എന്ന പേര് വന്നത്. അതിനുശേഷം റോം ഒരു വാർ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർ ഈ സ്ഥലം വിട്ടുപോയി. ആ ഒരു സമയത്താണ് ജർമാനിക് ട്രൈബ്സ് ഇത് കോൺക്വർ ചെയ്തത്, ഇൻവൈഡ് ചെയ്തത്. അപ്പോൾ ആംഗിൾ ലാൻഡ് ഇംഗ്ലണ്ട് എന്ന നെയിമും കൂടെ വന്നു. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇനി നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു, ലിറ്റററി വർക്ക്സ് എന്തൊക്കെയാണ് എന്നതൊന്ന് നോക്കാം. കാര്യമായ ലിറ്റററി അച്ചീവ്മെൻറ്റ്സ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് വാർസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നതുകൊണ്ടും കൂടാതെ പ്രിൻറ്റിംഗ് പ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഒരുപാട് ലിറ്റററി വർക്ക്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും ഓറൽ ലിറ്ററേച്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദം മേ ബി ലോസ്റ്റ്, ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ബ്രൈറ്റൻസ് എന്ന് പറയുന്നവർ റിലീജിയസ് ബിലീഫ് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് കൂടുതലും ബ്രൈറ്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത് റിലീജിയസ് പോയട്രി ആയിരുന്നു. ജർമാനിക് ട്രൈബ്സ് ആംഗിൾസും സാക്സൺസും ഒക്കെ പേഗൻസ് ആയിരുന്നു. അതുകൊണ്ട് ഹീറോയിക് പോയട്രി ആയിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ടൈമിൽ ഹീറോയിക് പോയട്രിയും റിലീജിയസ് പോയട്രിയാണ് എഴുതപ്പെട്ടിരുന്നത്.
അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ബിയോവുൾഫ് ആണ്. ബിയോവുൾഫ് ദ ഓൾഡ് ഇംഗ്ലീഷ് എപ്പിക് വാസ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ബിയോവുൾഫ്. ഇറ്റ്സ് അനോണിമസ് ഒറിജിൻ. ആരാ എഴുതിയതെന്നറിയില്ല, പക്ഷേ ഹീറോയിക് എപ്പിക് ആയതുകൊണ്ട് ജർമാനിക് ട്രൈബ്സിലുള്ള ആരെങ്കിലും ആയിരിക്കാം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. ബിയോവുൾഫ് എന്ന ഹീറോ മോൺസ്റ്ററുമായിട്ട് നടത്തുന്ന യുദ്ധമാണ് ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്. ഗ്രെൻറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോൺസ്റ്ററുമായിട്ടും ഗ്രെൻറ്റലിൻ്റെ മദറുമായിട്ടും യുദ്ധം ചെയ്യുകയാണ് ബിയോവുൾഫ്. സോ ഹീറോ ഡിഫീറ്റിംഗ് എ മോൺസ്റ്റർ, അതാണ് ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്. ഇയേഴ്സ് ലേറ്റർ കൺഫ്രണ്ടഡ് ബൈ എ ഡ്രാഗൺ. അപ്പോൾ ഇതിൽ ഈ ബിയോവുൾഫ് എന്ന ഹീറോയുടെ കറേജ്, ആ ഒരു കഴിവ്, അതൊക്കെയാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് ഈ ഹീറോയിക് എപ്പിക് ബിയോവുൾഫ് എന്ന് പറയപ്പെടുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കാറ്റ്മൻ ആൻഡ് കാനി വുൾഫ് എന്ന് പറഞ്ഞ നോർത്തേൺ പാർട്സിൽ നിന്നും വന്ന 2 റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ആണ്. ഫസ്റ്റ് നോൺ ഇംഗ്ലീഷ് പോയറ്റാണ് കാറ്റ്മൻ. റിലീജിയസ് ആൻഡ് ബിബ്ലിക്കൽ തീംസ് ആണ് ഇവരുടെ റൈറ്റിങ്സിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആംഗ്ലോ സാക്സൺസ് ക്രിസ്ത്യാനിയിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് വന്ന റൈറ്റിങ്സിൽ കൂടുതലും റിലീജിയസ് തീംസ് ആണ് ഉണ്ടായിരുന്നത്. ഒരുപാട് റൈറ്റേഴ്സ് എമർജ് ചെയ്ത് വന്നിട്ടുണ്ടാവാം എന്ന് നമ്മൾക്ക് അനുമാനിക്കാം. എന്തായാലും ക്രിസ്ത്യൻ ബിലീഫാണ് അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റ്മൻ്റെതായിട്ട് 5 പോയിംസ് ആണുള്ളത്. ജെനസിസ്, എക്സോഡസ്, ഡാനിയൽ, ജൂഡിത്ത്, ക്രൈസ്റ്റ് ആൻഡ് സെയിൻ. ഈ 5 പോയംസാണ് കാറ്റ്മൻ എഴുതിയതായിട്ട് പറയുന്നത്. കാനി വുൾഫിൻ്റെ 4 പോയംസ് ആണുള്ളത്, വിച്ച് ബിയർ ദ റൂണിക് സിഗ്നേച്ചർ ഓഫ് ഹിം. കാനി വുൾഫിൻ്റെ ക്രൈസ്റ്റ്, ജൂലിയാന, ദ ഫേറ്റ്സ് ഓഫ് അപ്പോസ്റ്റൽ ആൻഡ് എലെയിൻ. ഈ 4 പോയംസാണ് കാനി വുൾഫിൻ്റെ സിഗ്നേച്ചർ വന്നിട്ടുള്ള പോയംസ് എന്ന് പറയുന്നത്. ഈ പോയിംസിൻ്റെ നെയിംസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലെല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് റിലീജിയസ് തീംസുമാണ്. അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് ഡിയോർ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡിയോസ് ലാമെൻറ്റ്. ഒരു 42 ലൈൻസ് പോയാണിത്. ഒരു കംപ്ലൈൻറ്റ് ഫോമിലാണ് ഈ പോയം. കംപ്ലൈൻറ്റ് ഓഫ് എ മിൻസ്ട്രൽ. ഒരുപാട് വർഷത്തെ സർവീസിന് ശേഷം ഹി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ എ റൈവൽ. അപ്പോൾ ഒരുപാട് ലാൻഡും ലോസ്റ്റായി, ആ ലോഡിന് ആ മിൻസ്ട്രോടുള്ള ഒരു അഫെക്ഷനും നഷ്ടപ്പെട്ടു. അങ്ങനെ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് രൂപത്തിലുള്ള ഒരു പോയമാണിത്. അപ്പോൾ സാധാരണ ഹീറോയ്ക്കും റിലീജിയസുമായിട്ടുള്ള തീമിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു പേഴ്സണൽ ടച്ച് റൈറ്റിങ്സിലേക്ക് കൊണ്ടുവന്ന ഒരു പോയമാണിത്. അപ്പോൾ സാധാരണ എലമെൻസ് ഒക്കെ മാറ്റിവെച്ച് ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അനദർ സിഗ്നിഫിക്കൻറ്റ് റൈറ്റിംഗ് ഈസ് ദ ഡ്രീം ഓഫ് ദ റോഡ്. അത് ആരാ എഴുതിയെന്നില്ല, അനോണിമസ് ഒറിജിനാണ്. അതിൽ റോഡ് സിംബിളൈസ് ചെയ്യുന്നത് ക്രൈസ്റ്റിൻ്റെ ക്രൂസാണ്. ഇതൊരു റിലീജിയസ് പോയട്രി ആയിട്ടാണ് കരുതപ്പെടുന്നത്. ദ ഇവൻ്റ് ഓഫ് ക്രൂസിഫിക്ഷൻ ഇൻ എ സിംബോളിക് വേ, അതാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് റിലീജിയസ് തീം വളരെ ഡൊമിനൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഫുൾ സ്റ്റോറി, ഈ ദ ഡ്രീം ഓഫ് ദ റോഡിൻ്റെ ഫുൾ സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രൂസിഫിക്കേഷനിൽ പങ്കെടുത്ത ഒരു വിറ്റ്നസ് ചെയ്ത ഒരു പാർട്ടിസിപ്പൻ്റെ വ്യൂ പോയിൻറ്റിലാണ്. ഈ ഒരു റൈറ്റിങ്ങിൽ തന്നെ പേഗൻ ബിലീഫ്, പേഗൻ എലമെൻറ്റ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ ക്രൈസ്റ്റിനെ ഒരു ഹീറോയിക് വാരിയറായിട്ട് കണക്കാക്കിയിട്ട് ഇതിലൊരു പാഗൻ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണക്കാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ ബേസിക്കലി ഇറ്റ്സ് എ റിലീജിയസ് പോയം. എൻഡ് ഓഫ് ദിസ് പോയം വി ആർ കൺസിഡറിങ് ഇറ്റ്സ് ആസ് എ റിലീജിയസ് വൺ ഓൺലി. റിലീജിയസ് പോയട്രി എന്നുള്ള സെക്ഷനിൽ തന്നെയാണ് ഈ പോയം കണക്കാക്കപ്പെടുന്നത്. Next important work is the Exeter Book. It's an anthology of Anglo-Saxon poetry and it is considered to be the largest non-collection of Old English literature. Old English literature ടൈമിലെ ഏറ്റവും വലിയ കളക്ഷൻ ഓഫ് പോയംസ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഈ പോയംസ് ഒക്കെ റിട്ടൺ ചെയ്ത് ആരാണ് കമ്പൈൽ ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു കൃത്യമായ വിവരണം ഇല്ലെങ്കിലും ഈ ബുക്ക് എക്സിറ്റർ കത്തീഡ്രലിന് നൽകിയിരിക്കുന്നത് ബിഷപ്പ് ലിയോഫ്രിക്കാണ്. ഒരുപാട് ഷോർട്ടർ റിലീജിയസ് വേഴ്സസ് ഉള്ള ഈ ബുക്കിലെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത് ദ വാണ്ടറർ, ദ സീഫെയറർ, ദ വൈഫ്സ് ലാമെൻറ്റ്, ദ ഹസ്ബൻഡ്സ് മെസ്സേജ് ആൻഡ് ദ റൂയിൻ എന്നിവയാണ്.
കൂടാതെ റൈമിംഗ് പോയംസും ഏകദേശം 95ഓളം റിഡിൽസും അടങ്ങിയതാണ് ഈ എക്സിറ്റർ ബുക്ക്. നൗ മൂവിങ് ടു ആംഗ്ലോ സാക്സൺ പ്രോസ്. പ്രോസ് ആദ്യകാലങ്ങളിൽ എത്തിയിരുന്നത് ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. ഇതിനൊരു ചേഞ്ച് വന്നത് വിത്ത് ദ റെയിൻ ഓഫ് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റോടുകൂടിയാണ്. കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ലാറ്റിൻ ലാംഗ്വേജിലുള്ള പ്രോസൊക്കെ ട്രാൻസ്ലേറ്റഡ് ടു വെർനാക്കുലർ ലാംഗ്വേജ്, ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നും ഈ പ്രോസ് വർക്ക്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ്. ഹി ഓൾസോ എൻകറേജ്ഡ് റൈറ്റിംഗ് ഇൻ ദ വെർനാക്കുലർ. കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ഒരു ബുക്കാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. നമുക്ക് ഇന്നുള്ളതിൽ വെച്ച് ആംഗ്ലോ സാക്സൺസിൻ്റെ ടൈമിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു 60 BC ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബുക്കിൻ്റെ വർക്ക്. പക്ഷേ കിങ് ആൽഫ്രഡിൻ്റെ ടൈമിലാണ് ഇത് കമ്പൈൽ ചെയ്ത് ഒരു ബുക്ക് ഫോർമാറ്റിലാക്കിയത്. 1154 വരെ ഇതിൽ അപ്ഡേഷൻസ് നടന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എൻഡ് വിത്ത് ദ ഡെത്ത് ഓഫ് കിങ് സ്റ്റീഫൻ. 9 എണ്ണത്തിൽ 7 മാനുസ്ക്രിപ്റ്റ്സും അതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ബീറ്റ്സ് പറഞ്ഞൊരു മോങ്കിൻ്റെ ഹിസ്റ്റോറിയ എക്ലീസിയസ്റ്റിക്ക ജെൻറ്റിസ് ആംഗ്ലോറം എന്നുള്ള ഈ ഒരു ബുക്കും കൂടെ ആണ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ഫ്രം റോമൻസ് ടു നോർമൻ കോൺക്വസ്റ്റ് എഴുതാൻ നമ്മളെ സഹായിക്കുന്ന 2 വർക്ക് എന്ന് പറയുന്നത്. ഈ ബുക്ക് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. സോ ഈ 2 വർക്കും ഇല്ലായിരുന്നുവെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഫ്രം റോമൻസ് ടു നോർമൻ കോൺക്വസ്റ്റ് നമുക്ക് എഴുതാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 വർക്ക്സും, ആംഗ്ലോ സാക്സൺ ടൈമിലെ ഈ 2 വർക്ക്സും. 1066 AD നോർമൻ കോൺക്വസ്റ്റോടുകൂടി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. നോർമൻ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആയി ഇംഗ്ലണ്ടിൽ, ഫ്രഞ്ച് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി. ആൻഡ് ഇറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് ആംഗ്ലോ സാക്സൺ ഡൊമിനൻസ്. സോ 1066 AD മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. മറ്റൊരു വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റഡി വെൽ. താങ്ക് യു.